Good morning, all. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഫാത്തിമ മാം സ്റ്റാർട്ട് ചെയ്യാലേ? ഓക്കെ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു മോർണിംഗ്. വെരി ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ യൂഷ്വലി നമ്മൾ തിങ്ക് ചെയ്യാൻ എന്താണ്, ഒരു വേർഡ്സ് മാത്രമാണ്. എല്ലാവരും പറയുന്ന ഈ വേർഡ്സ് മാത്രമാണ് എല്ലാവരും മൈൻഡിൽ വരണം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഓക്കെ. പക്ഷെ അത് പിന്നെ കമ്മ്യൂണിക്കേഷനിൽ പക്ഷെ റിയാലിറ്റി അതല്ല, വേർഡ്സ് മാത്രമല്ല വരുന്നത് കമ്മ്യൂണിക്കേഷനിൽ. വേർഡ്സ് പിന്നെ മൂന്നെണ്ണാണ് ഈ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഒന്ന് വേർഡ്സ്, ടോൺ ഓഫ് വോയിസ്, അതോടെ മൂന്നത്തെ ബോഡി ലാംഗ്വേജ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ് വരുന്നത്. റിസർച്ച് പ്രകാരം ഈ കമ്മ്യൂണിക്കേഷൻ വേർഡ്സിന് വെറും എഫക്ട് ചെയ്യുന്നത് 7% മാത്രമാണ് വരുന്നത്. അതുപോലെ ടോൺ ഓഫ് വോയിസ് വരുന്നത് 38% വരുന്നത്. ബോഡി ലാംഗ്വേജ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 55% ആണ് വരുന്നത്. നമ്മൾ ഡെയിലി ലൈഫിൽ, അതുപോലെ വർക്ക് പ്ലേസിൽ, അതുപോലെ ഫാമിലിയിൽ, കപ്പിൾസിൽ ഈ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ലൈഫിൽ. അതുപോലെ ഈ കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ ഹേർട്ട് ചെയ്യല്, അതുപോലെ ആങ്കർ, കോൺഫ്ലിക്റ്റ് എല്ലാം പിന്നെ വളരെ നമ്മളെ വാക്കുകളിലാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ആ ഫോക്കസ് ചെയ്യുന്ന അനുസരിച്ചാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. അതിന് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാം എന്ത് പറയുന്നു മാത്രമല്ല, എങ്ങനെയാണ് പറയുന്നത് ഓരോ വാക്കുകൾ എന്നതും, അതുപോലെ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ എങ്ങനെയാണ് അത് പിന്നെ വർക്ക്ഔട്ട് ആവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ ഫസ്റ്റ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് വേർഡ്സ് ആണ്. വേർഡ്സിന് കമ്മ്യൂണിക്കേഷനിൽ ഇപ്പൊ വേർഡ്സിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ ചെറിയതാണ്. ആ ഒരു വേർഡ്സിന് റോൾ വരുന്നത്. റിസർച്ച് പ്രകാരം വേർഡ്സ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് 7% മാത്രമേ വരുന്നത്. അതിന് ഇമ്പാക്ട് ഉണ്ടാകുന്നത്. അതായത് നമ്മൾ എന്താണ് പറയുന്നത്, അതും പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്ന് ആളുകളുടെയും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ ഒരാൾ സംസാരിക്കും, ഒരു സെയിം വേർഡ്സ് ആയിരിക്കും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാന്. പക്ഷെ അത് പിന്നെ കംപ്ലീറ്റ്ലി എന്തെങ്കിലും ഡിഫറെന്റ് മീനിങ് ആണ് അവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഇപ്പൊ നമ്മൾ നോർമൽ ആയിട്ട് പറഞ്ഞു ഞാൻ ഒന്ന് പുറത്ത് പോയിക്കോട്ടെ എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരു നോർമൽ ഒരു കലാം വോയിസിലാന്ന് പറയുന്നത്. അത് നോർമൽ ഫേസ് എക്സ്പ്രഷനിൽ പിന്നെ പറഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് നമുക്കത് റിക്വസ്റ്റ് പോലെ, അതൊരു റിക്വസ്റ്റ് പോലെ നമുക്ക് തോന്നാൻ ഒന്ന് പുറത്ത് പോയിക്കോട്ടെ എന്നുള്ളത്. പക്ഷെ ആ വേർഡ്സ്, ആ സെയിം വേർഡ്സ് ഒരു ആങ്കർ വോയിസിലേക്കും, അത് നമ്മളെ ഫേസ് എക്സ്പ്രഷനും ഡിഫറെന്റ് ആയാലും അവിടെ നിന്നായി ഒന്നിക്കലും അത് കമാൻഡ് രൂപത്തിലുണ്ടാവാൻ അവര് കേൾക്കുന്ന ആള് നമ്മൾ ഓപ്പോസിറ്റ് സൈഡാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളൊരു ഇൻസൾട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഫീൽ ചെയ്യുന്ന ഫീലാന്ന് അവർക്ക് ഉണ്ടാവാൻ. പക്ഷെ അത് നമ്മൾ ചിന്തിക്കേണ്ടത്, പക്ഷെ അവിടെ സെയിം വേർഡ്സിന് അവിടെ യൂസ് ചെയ്യുന്നത് ഒന്ന് പുറത്ത് പോയിക്കോട്ടെ എന്ന്. പക്ഷെ അത് രണ്ട് രീതിയിൽ ചോദിക്കുമ്പോൾ അവിടെയുള്ള സെയിം ആയിട്ട് മാറ്റം വരുന്നത്. അത് അവിടെ നിന്ന് ടോട്ടലി അവിടെ എന്ത് ചെയ്യും, ആ ചേഞ്ച് ആയി മീനിങ്ങും അതൊക്കെ ഇത് ടോട്ടൽ ചേഞ്ച് ആയത്. ഇപ്പൊ ഒരു മറ്റു വേറൊരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് നോർമലി ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ നല്ല ടോണിൽ ചോദിക്കുന്നു, ചിരിച്ചുകൊണ്ടും നല്ല രീതിയിൽ നമ്മൾ ചോദിക്കുന്നു. ഒരു ടീസിങ് ആയിട്ട് തോന്നുന്നൊരു ഒന്ന് പോട്ടെ എന്ന് ചോദിക്കുന്നത്. അതേ വേർഡ്സ് ഒരു ആങ്കർ ടോണിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു ആങ്കർ രൂപത്തിലാവുമ്പോൾ എന്തായാലും അവിടെ നമ്മളെ ഫേസ് എക്സ്പ്രഷനിൽ വന്ന് പോയിക്കോട്ടെ പോട്ടെ എന്നൊന്നും ചോദിക്കുന്നില്ലേ. അപ്പൊ അവിടെ നമുക്കൊരു നീക്കിൽ ഹേർട്ട് ആയിട്ടില്ല, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്തു. പക്ഷെ ഇത് കാണിക്കുന്ന വേർഡ്സിന് മാത്രം ഒരു ഒരേ മീനിങ് ഉള്ളത്, പക്ഷെ ആ ടോണിലും ഇതിലും എന്ത് ചെയ്യും, ഡിഫറെന്റ് ആയി അവിടെ. അത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഞാൻ നമ്മളെപ്പോഴും പറയും അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറയും. പറഞ്ഞതല്ല എന്ന്. പക്ഷെ അത് കേൾക്കുന്ന നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് കേൾക്കുന്നവർക്ക് എന്താ ചെയ്യും, അവർക്ക് ആ ഒരു വേർഡ്സ് കാരണം എന്ത് ചെയ്യും, അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, അവർക്ക് അത് വല്ലാണ്ട് പെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ഒരു ടോണ് കൊണ്ടാണ് നമ്മൾ ബോഡി ലാംഗ്വേജിൽ കൊണ്ടാണ് കൊണ്ടായിരിക്കും, മീൻസ് നമ്മൾ ആ ഒരു ഫേസ് എക്സ്പ്രഷനും നമ്മൾ ബോഡി ലാംഗ്വേജും അതൊക്കെ കൊണ്ടാണ് ഈ ആ ഒരു ഒരേ സെയിം വേർഡ്സ് രണ്ട് ഡിഫറെന്റ് വേർഡ് മീനിങ് ആയിട്ട് വരുന്നത്. നമ്മൾ വേർഡ്സ് മാത്രം ഫോക്കസ് ചെയ്താൽ എന്ത് ചെയ്യും, അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്ന ചാൻസ് കൂടുതൽ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ വേർഡ്സ് ഇമ്പോർട്ടന്റ് ആണെങ്കിലും
ആ വേർഡ്സ് മാത്രം പോരാ എന്നത്, ഒരു പ്രോപ്പർ ടോൺ ആയിരിക്കണം. അതുപോലെ സപ്പോർട്ടീവ് ബോഡി ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. അതുപോലെ നല്ലൊരു വേർഡ്സ്, നല്ല പോലത്തെ ഒരു വേർഡ്സ് നെഗറ്റീവ് മീനിങ് അതിൽ കൺവേർട്ട് നമ്മൾ ചെയ്യണം. ആ വേർഡ്സ് കമ്മ്യൂണിക്കേറ്റിന്റെ ബേസിലാണ്. പക്ഷെ ഒരു മെസ്സേജിൽ നമ്മൾ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആ ടോണും ബോഡി ലാംഗ്വേജ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. നെക്സ്റ്റ് വരുന്നത് ടോൺ ഓഫ് വോയിസ്. ടോൺ ഓഫ് വോയിസ് എന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ശബ്ദത്തിന്റെ മോഡാണ് ടോൺ ഓഫ് വോയിസ്. സെയിം സെയിം വേർഡ്സ് പറഞ്ഞാലും ആ ഒരു ടോൺ എന്ത് ചെയ്യും, ചേഞ്ച് ആയിരുന്നു. ടോട്ടലി അതിന്റെ ആ ഒരു മീനിങ് എന്ത് ചെയ്യും, ടോട്ടലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ കമ്മ്യൂണിക്കേഷനിൽ ടോൺ ഓഫ് വോയിസിന് 38% ആണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നീ നല്ല ജോ നീ നല്ല ജോലി ചെയ്തു എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരു നല്ലൊരു ഹാപ്പി ആയിട്ടും അത് സോഫ്റ്റ് ടോണിൽ പറഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ അത് കോംപ്ലിമെന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ആ നീ നല്ല വൃത്തിക്ക് ജോലി ചെയ്തല്ലോ എന്നുള്ളത്. പക്ഷെ ആ സെയിം സെന്റൻസ് പരിഹാസത്തോടെയും അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു ഇറിറ്റേഷൻ ടോണിലാണ് പറഞ്ഞതെങ്കിലും ആ കംപ്ലീറ്റ്ലി അവിടെ എന്ത് ചെയ്യും, നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയോ അതൊരു അവിടെ ഒരു ഫീൽ ചെയ്യുന്ന പോലെയോ നമുക്ക് തോന്നാൻ. ആ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അങ്ങനെ തന്നെയാണ്. വേർഡ്സ് ഒന്നും ചേഞ്ച് ആയിട്ടില്ല, പക്ഷെ ആ ടോണും ആ മെസ്സേജ് അവിടെ ടോട്ടലി എന്തായി, അവിടെ നെഗറ്റീവ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ. അതുപോലെ തന്നെ ഈ ഈ ടോൺ ഓഫ് വോയിസിന്റെ എഫക്ട് ചെയ്യുന്നത് ശരിക്കും നമ്മൾ ആ വോളിയം, അതിലെ സ്പീഡ്, ആ പിച്ച്, പോസ് ആണ് വരുന്നത്. ഒരു ലൗഡ് വോയിസും പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യും, ഒരു ആങ്കറിലെ കാണിക്കാൻ വെച്ചതിൽ സംസാരിക്കുന്നത് നമുക്കത് ഫീൽ ചെയ്യുന്ന അവര് എന്നോട് ദേഷ്യം പിടിച്ചിട്ടാണ്, ആ രീതിയിൽ നമുക്ക് തോന്നാൻ. അതുപോലെ സ്പീഡിൽ സംസാരിക്കുന്നു, ഒരു വെരി ഫാസ്റ്റ് ആയിട്ട് സ്പീഡിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ഫാസ്റ്റിൽ ചില ടൈം നമുക്ക് അവിടെ ടെൻഷൻ ആയിട്ട് അവിടെ കാണിക്കാൻ പറ്റും. സ്പീഡിൽ സംസാരിക്കുന്നത് അവിടെ എന്ത് ചെയ്യും, ടോട്ടൽ നമുക്ക് അവിടെ ഒരു ടെൻഷൻ ഫീൽ ചെയ്യും. മറിച്ച് നമുക്ക് ഒരു സ്ലോ ആയിട്ട് സ്റ്റഡി ആ ഒരു വോയിസിൽ നല്ല രീതിയിൽ അതിൽ കോൺഫിഡന്റ് അവിടെ അവർ നല്ല രീതിയിൽ സംസാരിക്കും. അവർക്ക് അവിടെ ഒരു കോൺഫിഡന്റ് ആണ് അവിടെ കാണിക്കാന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയും ഒരു ഇമ്പോർട്ടന്റ് വേർഡ്സ് മുന്നിൽ ഒരു ചെറിയ നമുക്കൊരു പോസ് കൊടുക്കുന്നുണ്ടെങ്കിലും ആ മെസ്സേജ് എന്ത് ചെയ്യും, നമ്മൾ പറയുന്ന ആ ഒരു വേർഡ് ക്ലിയർ ആൻഡ് റീച്ച് ആയിട്ട് നമുക്ക് കിട്ടാൻ. ഈ നമ്മുടെ റിയൽ ലൈഫിലും പലരും പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, പക്ഷെങ്കിൽ പിന്നെ അത് ഹേർട്ട് കാരണം പ്രോബ്ലം വേർഡ്സ് അല്ല, പക്ഷെ ആ ടോണിലും വരുന്നുണ്ട്. ആ ടോൺ ലിസറിന്റെ ആ ഒരു ഇമോഷണലി ആയിട്ട് എന്ത് ഡയറക്റ്റ് ആയിട്ട് വല്ലാണ്ട് അവർക്ക് എന്ത് ചെയ്യും, ഒരു ടച്ച് ചെയ്യുന്നുണ്ട്. സോ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ വേർഡ്സ് കറക്റ്റ് ആയാൽ മാത്രം പോരാ, പക്ഷെങ്കിൽ ആ ടോൺ കലാമായിരിക്കണം, റെസ്പെക്ട്ഫുൾ ആയിരിക്കണം, സിറ്റുവേഷന് സ്യൂട്ടബിൾ ആയിരിക്കണം ആ ഓരോ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ. ഈ സമാധാനത്തിൽ എന്ത് ചെയ്യും, നമ്മൾ സംസാരിക്കും അവിടെ എന്ത് ചെയ്യും, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ത് ചെയ്യും നമുക്ക് കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മുടെ റിലേഷൻഷിപ്പും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ആ സെയിം വേർഡ്സ് ടോൺ ചേഞ്ച് ചെയ്താൽ എന്ത് ചെയ്യും, റിസൾട്ട് ടോട്ടലി അവിടെ എന്ത് ചെയ്യും, ഡിഫറെന്റ് ആയിട്ടാണ് ഉണ്ടാവാൻ. നെക്സ്റ്റ് തേർഡ് വൺ ആണ് ബോഡി ലാംഗ്വേജ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ. ഈ ബോഡി ലാംഗ്വേജ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പവർഫുൾ പാർട്ടാണ് വരുന്നത്. റിസർച്ച് പ്രകാരം അതിൽ കമ്മ്യൂണിക്കേഷൻ ഏകദേശം 55% ആണ് ആ ഒരു ബോഡി ലാംഗ്വേജിന് ഫേഷ്യൽ എക്സ്പ്രഷന് കൊണ്ടുവരുന്നത്. അതായത് ആളുകൾ നമ്മൾ പറയുന്ന വേർഡ്സിനേക്കാൾ എന്ത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന നമ്മുടെ മുഖത്തുള്ള ആ ഒരു എക്സ്പ്രഷനാണ് അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ. ആ ഒരു നമ്മൾ ഫേസിലെ എക്സ്പ്രഷൻ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കും ഇവർക്ക് ദേഷ്യം പിടിച്ചനോ എന്നാന്നുള്ളത്. ആ ബോഡി ലാംഗ്വേജ് നമ്മൾ നിൽക്കുന്ന നമ്മുടെ ഭാവം, അതുപോലെ നമ്മളെ കൈയിന്റെ എക്സ്പ്രഷൻ, ആ മൂവ്മെന്റ്സ്, അത് നമ്മുടെ കണ്ണുകളുടെ യൂസ് നോക്കും. അത് നമ്മുടെ ഹെഡ് എങ്ങനെ മൂവ്മെന്റ് ചെയ്യുന്നുള്ളത് നോക്കും. അത് നമ്മൾ സ്റ്റാൻഡിങ് നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്റ്റൈൽ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ ഒരു ഫേസ് എക്സ്പ്രഷൻ ബോഡി ലാംഗ്വേജിലൂടെയാണ് മനസ്സിലാക്കാൻ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളെന്നെ കണ്ണിങ്ങനെ ഇതാക്കി ചെയ്ത അപ്പൊ നമുക്കൊന്ന് എനിക്ക് എന്തോ അതിനോട് ദേഷ്യം വന്നിട്ടുണ്ട് എന്നുള്ള രീതിയാണ് നമ്മൾ ചിന്തിക്കാൻ. അതുപോലെ കൈകൾ നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ടെല്ലാം വെക്കുമ്പോൾ എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി അവിടെ എന്ത് ചെയ്യും, എനിക്കൊരു ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ തോന്നാൻ. അതുപോലെ സ്മൈൽ നല്ല രീതിയിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് നല്ല ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് മറ്റേ നമ്മളെ ഓപ്പോസിറ്റ് സൈഡ് അവർക്ക് തോന്നി അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ്, നല്ല ഓപ്പൺ ആയിട്ടാണ് എന്നോട് സംസാരിക്കുന്നുള്ള രീതി നമുക്ക് തോന്നും. അതുപോലെ ഷോൾഡർ നമ്മളിങ്ങനെ താഴ്ത്തി ഒരു ഇതില്ലാത്ത നമുക്ക് ഇതാകുമ്പോൾ അവർക്ക് നമുക്ക് എന്നാ ഓപ്പോസിറ്റ് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ ഓക്കെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എന്നോട് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അതാണ് ഫോക്കസ് ചെയ്യാൻ നിൽക്കുന്നത്.
അതായത് ഫേസിയൽ എക്സ്പ്രഷനിലൂടെ നമുക്കൊരു ഇമോഷണൽ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് ആ ഒരു ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇമോഷണൽ കാണിക്കാൻ പറ്റുന്നത്. ഒരു സ്മൈല് ജെന്യൂൺ ആണെങ്കിലോ നല്ലൊരു നല്ല റിസൾട്ട് ആണ്. ഒരു ട്രസ്റ്റ് നമുക്ക് അവിടെ എന്ത് ചെയ്യും, ഒരു വിശ്വാസം തോന്നും അവരോട് സംസാരിക്കാൻ വേണ്ടിട്ട് തന്നെ. ഒരു സീരിയസ് ഫേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടൈറ്റ് ലിപ്സും ഒരു നാരോ അങ്ങനെയുള്ള ആയിട്ട് ഒരു ആങ്കറും ഒരു സ്ട്രെസ് എല്ലാം ആയിട്ടാണെങ്കിൽ നമുക്കത് അവിടെ ഒരു സംസാരിക്കാൻ ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു പേടി തോന്നും അവർ സംസാരിക്കാൻ. പക്ഷെ അത് ഒരാളിപ്പം ഐ ആം ഫൈൻ എന്ന് പറയുന്നു, പക്ഷെങ്കിൽ അവരുടെ ഭാഗത്തിലെ എക്സ്പ്രഷൻ നമുക്ക് എന്താണ്, അവിടെ ഒരു സാഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ആങ്കർ ഫീൽ ചെയ്യുന്നു. ഒരു ലിസണർ ആയിട്ട് ആ വേർഡ്സ് എന്ത് ചെയ്യും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവർ പറയാ ഞാൻ ഓക്കെ ആണ്, പക്ഷെ എന്നാൽ നമ്മളത് വിശ്വസിക്കില്ല. അവരുടെ ഫേസിലെ എക്സ്പ്രഷൻ കണ്ടിട്ടാണ് നമ്മൾ അവരോട് സംസാരിക്കുക അല്ലെങ്കിൽ എന്താ ചെയ്യാൻ നോക്കാൻ. അതുകൊണ്ട് വേർഡ്സിന്റെ പിന്നെ ബോഡി ലാംഗ്വേജിനും മാച്ച് ആവാത്തപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആളുകൾ പല ആൾക്കാർ എന്ത് ചെയ്യും ആ വേർഡ്സിനേക്കാൾ ബോഡി നമ്മൾ കൂടുതലായിട്ട് വിശ്വസിക്കാൻ ഇതിൽ അവരെ ബോഡി ലാംഗ്വേജ് ആണ്. അവര് ഓക്കെ ആണെങ്കിൽ സംസാരിക്കും, അല്ലെങ്കിൽ അവര് ഓരോ രീതി കാണുമ്പോൾ നമുക്ക് സംസാരിക്കാൻ തോന്നൂല. അതിന് നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ നമ്മൾ സംസാരിക്കും, നമ്മള് മുഖം ശരിയില്ല നമുക്ക് സംസാരിക്കാൻ. നമ്മൾ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, ഓറ ശരിയില്ല, ഹസ്ബൻഡ് മുഖം ശരിയില്ലേ, വേണ്ട സംസാരിക്കണ്ട, അവിടെ എന്തെങ്കിലും ആയിട്ട് പ്രശ്നം വരും. നമ്മൾ ശരിക്കും ആ ഒരു ഫേസിൽ എക്സ്പ്രഷൻ കൂടിയാണ് നമ്മൾ പറയുന്നത്. ശരിക്കും നമ്മളത് ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ ശരിക്കും വന്നില്ല. അവരൊന്നും ഉണ്ടാവില്ലിരിക്കും. ചില ആൾക്കാർ രണ്ട് രീതിയിലെ സ്വഭാവം ആൾക്കാരുണ്ടാവും, പക്ഷെ നമ്മള് ഈ ഫേസിൽ എക്സ്പ്രഷനിലൂടെയാണ് കൂടുതലായിട്ട് നമ്മള് നോക്കിയിട്ട് സംസാരിക്കാൻ. അവരിപ്പോ എന്താ നമ്മളിക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, ഇല്ല ഞാൻ ഓക്കെ ആണെന്ന് ആ ഒരു ഫേസിൽ എക്സ്പ്രഷനെ തന്നെ മാറുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, ആ പിന്നെ അത് നോക്കിയിട്ടേ സംസാരിക്കാൻ നിൽക്കുള്ളൂ. എല്ലാരും പറയില്ല ഓറ മുഖശരിയില്ലാത്തോണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല, നാളെ ടൂർ പോകുന്ന ചോദിച്ചിട്ടില്ല, ആ രീതി അവൻ പറയുന്നത് പല ആൾക്കാരും പറയുന്നതാണ്. പക്ഷെ അവിടെ കമ്മ്യൂണിക്കേഷനിലാണ് വരുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല ശരിക്കും പറഞ്ഞാല്. അതുപോലെ തന്നെ ഇപ്പൊ ഞാനിപ്പോ ഓക്കെ ആണെന്നുള്ളത് രീതിയിൽ രണ്ടു തരത്തിലും പറയും. അൺഹാപ്പി ആയിട്ട് പറയുമ്പോൾ നമ്മളൊരു അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന രീതി. പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിൽ അതുപോലെ വർക്ക് പ്ലേസിൽ റിലേഷൻഷിപ്പിലും ഈ ബോഡി ലാംഗ്വേജിന് എന്ന് ശരിക്കും പറഞ്ഞാല് ശരിക്കും വലിയ റോളാണ് അവിടെ ഉള്ളത്. നമ്മൾ ആ പിന്നെ ബോഡി ലാംഗ്വേജ് ഫേസിയൽ എക്സ്പ്രഷനിലൂടെയാണ് നമ്മൾ ഓരോ ആൾക്കാരെ മനസ്സിലാക്കുന്നത് നമ്മുടെ മുന്നിലുള്ള. അതിപ്പോ അറിയാത്ത ആൾക്കാരായിക്കോട്ടെ, നമ്മൾ അവരെ ഭാവം നോക്കും, ആ ഒരു ഫേസിയൽ എക്സ്പ്രഷൻ ബോഡി ലാംഗ്വേജ് നോക്കിയിട്ട് നമ്മൾ അവരോട് സംസാരിക്കാൻ. അല്ലെങ്കിൽ അവിടെ പിന്നെ അവർക്ക് എന്തെങ്കിലും അവരെ വോയിസ് ശരിയില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, സംസാരിക്കാണ്ടിരിക്കും. പിന്നെ അതുപോലെ പിന്നെ നമ്മൾ പാരന്റ്സിനോടായാലും പിന്നെ സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. അവരോട് അവരെ ബോഡി ലാംഗ്വേജ് നോക്കും. അവർ ഫ്രണ്ട്ലി ഫേസ് ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ചൈൽഡിൽ നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷെ അവരെ ഫേസ് ശരിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരോട് ഒരു കാര്യം സംസാരിക്കാൻ നിൽക്കൂല. അവിടെ അറിയാം രണ്ടിൽ ഒന്നായിരിക്കും, ഒന്നിക്കില് തല്ല് കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് അവിടെ സംഭവിക്കുന്നുള്ള അറിയുന്നോണ്ട് നമ്മൾ അങ്ങോട്ട് പോവാൻ നിൽക്കൂല എന്തായാലും. സോ പിന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് പിന്നെ വേർഡ്സ് ശരിയായാൽ മാത്രം ചെയ്യും പോരെ ശരിക്കും പറഞ്ഞാല്. അവിടെ ടോണ് പോലെ തന്നെ ഒരു ബോഡി ലാംഗ്വേജിനും ഓപ്പൺ ആവുകയും ചെയ്യണം. അതുപോലെ പോസിറ്റീവ് സിറ്റുവേഷനിൽ പിന്നെ നമുക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഒരു സ്മൈല്, ഐ കോണ്ടാക്ട്, റിലാക്സ് പോസ്റ്റർ ട്രസ്റ്റ്, അതുപോലെ കണക്ഷൻ അവിടെ ബിൽഡ് ചെയ്യും. ബോഡി ലാംഗ്വേജിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ചെയ്യാൻ മാത്രം പഠിച്ചാലും പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ മോർ ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അവിടെ എന്ത് ചെയ്യും, നമുക്ക് മോർ പവർഫുൾ ആവാൻ പറ്റും, അതിൽ മോർ എഫക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എന്നത് ഒരു വേർഡ്സ് മാത്രമല്ല എന്നുള്ളത് ഇവിടെയുള്ള ഓരോരോ ആൾക്കാരും മനസ്സിലാക്കാം. അവിടെ ശരിക്കും പറഞ്ഞാല് ആ ഒരു വേർഡ്സിന് 7% മാത്രമാണ് അവിടെ റോൾ ഉള്ളത്. നമ്മൾ എന്ത് പറയുന്നതിനേക്കാള് എങ്ങനെയാണ് നമ്മൾ പറയുന്ന ആ ടോണ് ആൾക്കാരെ ശ്രദ്ധിക്കുന്നത്. അതിൽ ടോൺ ഓഫ് വോയിസ് കമ്മ്യൂണിക്കേഷന് 38% ആണ് അവിടെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. ആ സെയിം വേർഡ്സ് കലാം ടോണിൽ പറഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. ആ സെയിം വേർഡ് ആങ്കറിലാണെങ്കിൽ ഒരു ഹാർഷ് ടോണിലും പറഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഹേർട്ട് ഫീൽ ചെയ്യും. ഈ കോൺഫ്ലിക്റ്റ് എല്ലാം എന്ത് ചെയ്യും, നമുക്ക് ഉണ്ടാവും. പല പ്രശ്നങ്ങൾക്കും വേർഡ്സ് കൊണ്ടല്ല ശരിക്കും അവിടെ പിന്നെ പ്രശ്നം ഉണ്ടാവുന്നത്. അവിടെ ടോണ് കൊണ്ടാണ് ഫസ്റ്റ് പ്രശ്നങ്ങൾ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടോണ് കൊണ്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നെക്സ്റ്റ് പറഞ്ഞ ബോഡി ലാംഗ്വേജ് ആൻഡ് ഫേസിയൽ എക്സ്പ്രഷൻ. അതിലും കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ പവർഫുൾ പാർട്ടാണ് നമ്മളെ ബോഡി ലാംഗ്വേജ് ആൻഡ് ഫേസിയൽ എക്സ്പ്രഷൻ. അവിടെ വരുന്നത് 55% ആണ് വരുന്നത്. നമ്മുടെ പിന്നെ പോസ്റ്റർ, ഹാൻഡ് മൂവ്മെന്റ്, അതുപോലെ ഐ കോണ്ടാക്ട്, ഫേസിയൽ എക്സ്പ്രഷൻ, ഇവയെല്ലാം നമ്മുടെ റിയൽ ലൈഫിലാണ് റിയൽ ഫീൽ ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. വേർഡ്സ് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞാലും ഈ ബോഡി ലാംഗ്വേജും
മാച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആളുകൾ ശരിക്കും നമ്മൾ എന്ത് ചെയ്യും മനസ്സിലാക്കും. ആ ബോഡി ലാംഗ്വേജിലൂടെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. ആ വോയിസിലൂടെ കറക്റ്റ് അവര് മനസ്സിലാക്കുന്നില്ല. പക്ഷെ പിന്നെ ഈ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത് വേർഡ്സ്, ടോൺ ഓഫ് വോയിസ്, ബോഡി ലാംഗ്വേജ്, ഈ മൂന്ന് ഒരുമിച്ചിട്ടാണ്. കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യും, ഒരു ഗുഡ് വേർഡ്സ്, കലാം ടോണ്, ഓപ്പൺ ബോഡി ലാംഗ്വേജ് ഈ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് മെസ്സേജ് എന്ത് ചെയ്യും, നമ്മൾ പറയുന്ന ആ വേർഡ്സ് ക്ലിയർ ആയിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇത് കിട്ടുള്ളൂ, നമുക്ക് ഒരു റീച്ച് കിട്ടുള്ളൂ. ഒരു ബാഡ് ടോണിലാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യും, നമ്മളെ ആ ഒരു നെഗറ്റീവ് ബോഡി ലാംഗ്വേജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു പറയുന്ന വേർഡ്സ് നമുക്ക് അത് നെഗറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്യാൻ. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ശരിക്കും നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യാൻ, ഇമ്പ്രൂവ് ചെയ്യാൻ, എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നു അത്രയും നമ്മൾ എന്ത് പറയുന്നത് എന്തിനാലും എങ്ങനെയാണ് നമ്മളൊരു ഒരു വാക്ക് പറയുന്നത്, ആ നമ്മുടെ ആ ശബ്ദം, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഫേസിൽ എക്സ്പ്രഷൻ, എല്ലാത്തിനും ഈക്വൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ശരിക്കും. ഇത് നമ്മൾ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ എന്ത് ചെയ്യും, നമ്മുടെ ലൈഫിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറക്കാൻ പറ്റും. അതുപോലെ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും, ബിൽഡ് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ബെറ്റർ കമ്മ്യൂണിക്കേഷനും ഉണ്ടാക്കാൻ പറ്റും ലൈഫിൽ. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ, നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും പിന്നെ ബോഡി ലാംഗ്വേജിലും ഫേഷ്യൽ എക്സ്പ്രഷനിലാണ് 55% ഉള്ളത് എന്നുള്ളത്. എല്ലാരും വിചാരം ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സംസാരിക്കാന്നുള്ളത്, പക്ഷെ അതിൽ ഇത്രത്തോളം എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഞാനും ഇത് പഠിച്ചാൽ എനിക്ക് മനസ്സിലായി ഇത്രത്തോളം എഫക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം. സോ നമ്മൾ ലൈഫിലേക്ക് ഇത് പകർത്താൻ, മാറ്റം വരുത്താൻ ലൈഫിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ കാര്യങ്ങള് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. പ്രത്യേകിച്ച് ഈ ബോഡി ലാംഗ്വേജും ഫേഷ്യൽ എക്സ്പ്രഷനും ഒക്കെ 55% അതിനാണ് ഇഫക്ട്. അതുമൂലമാണ് അത് കൺവേ ആകുന്നുണ്ടോ, പ്രോപ്പറായിട്ട് കൺവേ ആകുന്നുണ്ടോ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം നമ്മളിങ്ങനെ പറയാറില്ലേ, പറയേണ്ട കാര്യം പറയേണ്ട ആളിനോട് പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയണമെന്ന് പറയാറില്ലേ. അപ്പൊ ഇതെല്ലാം ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യവും നമ്മുടെ റിലേഷൻഷിപ്പും ഒക്കെ നന്നായിട്ട് കൊണ്ടുപോകാനും മെസ്സേജ് നന്നായിട്ട് കൺവേ ചെയ്യാനും അത് കേൾക്കുന്നയാൾക്ക് നന്നായിട്ട് അത് റിസീവ് ചെയ്യാനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം എടുത്തു പറഞ്ഞു. സോ വെരി ഗുഡ്, നന്നായിട്ട് ടോപ്പിക്ക് കവർ ചെയ്തു. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതാണ് എല്ലാരും പറയും പറയേണ്ടത് ശരിക്കും നമ്മൾ മുഖത്തോക്കി പറയണം, പക്ഷെ നമ്മൾ മുന്നിലുള്ള ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നവര് ഏത് ടൈപ്പാ നമുക്കറിയില്ല. അവര് ഫീലിംഗ് പെട്ടെന്ന് സങ്കടം വരുന്ന ആളോട് നമ്മൾ അങ്ങനെ സംസാരിച്ച് അവർക്ക് വല്ലാണ്ട് ഹേർട്ടോ. പക്ഷെ നോർമലി ചില ആൾക്കാർ പറയണം, അവരോട് പറയാം, കാരണം അവര് ഓക്കെ അതിൽ നിന്ന് ഡെവലപ്പ് ആയിരിക്കും. പക്ഷെ ഒരു ഫീലിംഗ് ടൈപ്പിൽ ആൾക്കാരോട് നമുക്ക് പറയും, അവർ ശരിക്കും നല്ലോണം ഹേർട്ടാവേ ചെയ്യുന്നത്. അത് മനസ്സിലാക്കാണ്ടാണ് ശരിക്കും നമ്മൾ ഓരോ ആൾക്കാരെ സംസാരിക്കുന്നത്. നമ്മൾ ഈ ആൾക്കാരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ, ചിലരുടെ മുഖത്തോട് നോക്കുമ്പോൾ ഒട്ടും അപ്രോച്ചബിൾ അല്ലെന്ന്, മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അവരോട് സംസാരിച്ചാൽ ശരിയാവില്ല എന്നുള്ള ഒരു ഫീല് വരും. കാരണം നേരത്തെ പറഞ്ഞില്ലേ, ഒരു സീരിയസ് ഫേസോ അല്ലെങ്കിൽ അവരുടെ മുഖം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, പക്ഷെ നമ്മൾ ആ ഒരു പ്ലസന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വെൽക്കമിങ്ങോ ആയിട്ടുള്ള ഒരു ഫേസ് അല്ലാത്തപ്പോൾ നമുക്ക് അവരോട് സംസാരിക്കുമ്പം ആ കമ്മ്യൂണിക്കേഷൻ ശരിയാവത്തില്ല എന്നുള്ള ഒരു ഫീല് വരും, അല്ലെങ്കിൽ നമ്മളെ അത് അൺകംഫർട്ടബിൾ ആക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വരും. അതിപ്പോ പാരന്റ്സിനോടല്ലേ ഹസ്ബൻഡ്, നമുക്ക് അങ്ങനെയല്ലേ വരുന്നത് ശരിക്കും അവിടെ. Good morning, Fatima ma'am. Morning. Very nice information. ഒരു കമ്മ്യൂണിക്കേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മാം മനസ്സിലാക്കി തന്നു. മോറോവർ ഇറ്റ്സ് എ കോമ്പിനേഷൻ, ബോഡി ലാംഗ്വേജ് പ്ലസ് യുവർ വോയിസ്, ടോൺ ആൻഡ് സിറ്റുവേഷനും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചില സമയത്തൊക്കെ ഈ കമ്മ്യൂണിക്കേഷനിലെ സൈലൻസ് ആയിരിക്കും ബെറ്റർ, അതന്നെ വലിയ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. സോ ഇതിലെല്ലാത്തിൻ്റെയും കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിരിക്കണം. അതാണല്ലോ മാം സ്ട്രെസ് ചെയ്ത് പറയുന്നത്. എഫക്റ്റീവ് എപ്പോഴായിരിക്കുക, എല്ലാ പ്രോപ്പർ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ എന്നുള്ളത് മാം പറഞ്ഞു തന്നത് വളരെ നല്ല രീതിയിൽ പറഞ്ഞു തന്നു. താങ്ക് യു മാം. Ma'am, good morning.
ഗുഡ് നല്ല മോർണിംഗ്. അടിപൊളി സെഷൻ ആയിരുന്നു. നമ്മളെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒട്ടുമിക്ക ദാമ്പത്യവും തകരാനുള്ള കാരണങ്ങൾ. ഈ വോയിസ് മോഡുലേഷൻ ആണ് റൈറ്റ്. അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം. അതായത് ഇവരുടെ ഉള്ളില് ചെറിയ ചെറിയ പൊട്ടലും ചീറ്റുകളൊക്കെ ഉള്ളിൽ ഇങ്ങനെ അവരിങ്ങനെ കാത്തു സൂക്ഷിച്ച് വെച്ചിട്ട് ലാസ്റ്റ് ഒരൊറ്റ വോയിസ് ചേഞ്ചിലുള്ള ആ ടോൺ മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അവരത് കയറ്റി പിടിച്ചിട്ട് ഒറ്റ പൊട്ടിക്കൽ അങ്ങോട്ട് പൊട്ടിക്കുക. അതിലാണ് ശരിയാണ്. അത് കാരണം കൂടുതൽ അവിടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് അടിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണായി പോകുന്നത്. അപ്പൊ ലാസ്റ്റ് പറയും ഞാനൊരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഞാൻ ഇന്നൊരു വാക്കേ സംസാരിച്ചുള്ളൂ എന്ന് പറയും. സംഭവം അതിനു മുമ്പ് കുറെ അടക്കി കൂട്ടി ഉള്ളിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. പൊട്ടണത് ഈ വാക്കിലായിരിക്കും. അത് ചില ഈ പറഞ്ഞ പോലെ നമ്മുടെ മൂഡ് ശരിയല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഇവരെ ടോൺ മാറിയിട്ടുള്ള ഇത് കേൾക്കുന്നത്. സംഭവം ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കണതായിരിക്കും, പക്ഷെ ആ മോഡ് മാറിക്കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഉണ്ടാവുക. എല്ലാവരും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈഫൊക്കെ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നു. പിന്നെ ചോദിക്കട്ടെ മാം, കണ്ണൂരാണ് കാസർഗോഡാണ്? ഞാൻ കണ്ണൂര്. ഓക്കെ, താങ്ക് യു. നല്ല ക്ലാസ് ആയിട്ട് കേട്ടോ. താങ്ക് യു. ഇപ്പൊ കറന്റ് UAE ഉള്ളത്. അൻസാർ സർ പറഞ്ഞ മാതിരി കമ്മ്യൂണിക്കേഷൻസ് ശരിയല്ലെങ്കിൽ അതിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും സംഭവിക്കുക. സിറ്റുവേഷൻ വേഴ്സ്റ്റ് ആയി പോവായിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ ഒരു വെപ്പൺ നമ്മുടെ കയ്യിലെ സൈലൻസ് ആണ്. ബെറ്റർ ആണ് റിയാക്ട് ചെയ്യാതിരിക്കുക. റെസ്പോൺസ് ആണ് വേണ്ടത്. ഇനി സൈലൻസ് ആൻഡ് ആക്ടിങ്ങും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അൻസാർ സർ തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ ആക്ട് ചെയ്തോളൂ. സർ സൊല്യൂഷൻ അതുകൊണ്ട് നമ്മൾ ഇനി മുതൽ എന്ത് ചെയ്യും, നമ്മളത് കാര്യം പഠിച്ചാൽ നമ്മൾ ഫേസിൽ എക്സ്പ്രഷനും ബോഡി ലാംഗ്വേജിനും മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കും, എന്നിട്ട് സംസാരിക്കാൻ നിൽക്കാൻ. ബട്ട് ചില സിറ്റുവേഷൻ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ പോകും. ബിക്കോസ് ഓഫ് കൺട്രോൾ ഹ്യൂമൻ പോകും. ബീങ്സ്. വി ആർ ഓൾ അതെ അതെ. ഹ്യൂമൻ ബീങ്സ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. പ്രാക്ടീസ് ചെയ്ത് ശരിക്കും ഡെവലപ്പ് ഉണ്ടാവും. നമുക്ക് ഓർമ്മ വരും. നമ്മൾ 2-3 പ്രാവശ്യം ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൈൻഡിൽ വരും ഇത് ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷെ അതാണ് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. പ്രാക്ടീസിന് പലപ്പോഴും ഇമ്പോർട്ടൻറ്റ്. ലൈഫിൽ കാണുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രൊവോക്കേഷൻ ആണ് ചില വേർഡ്സ്. ഇന്നലെ പോലും ഒരു വീഡിയോ, ഒരു ഡോക്ടർ കാശ്മീരിലുണ്ടായ ഒരു സംഭവമാണ്. ഡോക്ടർ പേഷ്യന്റിനെ അടിക്കുകയാണ്. അത് വൈറലായിരിക്കുന്നു. അപ്പൊ അത് അങ്ങനെ പറയുമ്പോ എവിടെയോ ആ വാക്ക് സംസാരിക്കുന്ന ഇടയിലാണ് സ്പാർക്ക് ആയിരിക്കണം. രണ്ടുപേർക്കും കൺട്രോൾ കിട്ടിയിട്ടില്ല. നാച്ചുറൽ ആണ്. പേഷ്യന്റ് സഫറിങ് കാരണമായിരിക്കാം. ഡോക്ടർ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഉറക്കമില്ലാതെ ആയിരിക്കാം. സോ ഈ കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും പ്രോബ്ലംസ് സൊസൈറ്റിയിൽ കുറവാവാൻ വേണ്ടിയിട്ട് വളരെ കോൺഷ്യസ് ആയിരിക്കണം. ബട്ട് ദോ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. എനിവേ യു പ്രസന്റഡ് ഇറ്റ് വെരി വെൽ. താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, കാരണം നിങ്ങൾക്കും ഒരുപാട് അറിവുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങളും കൂടി ഷെയർ ചെയ്താൽ നമുക്ക് അതിലും നിന്ന് ഒരുപാട് പോയിന്റ്സ് പഠിക്കാനുണ്ട് നമ്മുടെ ലൈഫിൽ. പിന്നെ ഇതിൽ ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്യുന്നുണ്ട് മാം. നമ്മൾ പേരൻസ് ആണ്. നമ്മൾ സംസാരിക്കുന്നത് വെച്ചിട്ടായിരിക്കും നമ്മുടെ കുട്ടികളെ ഒബ്സർവ് ചെയ്യുക. സോ അത് പേരൻസ് ആ ഒരു ആംഗിളിൽ നിന്ന് വളരെ കെയർഫുൾ ആയിരിക്കണം. ഹസ്ബൻഡ് വൈഫ് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയണത്, എനിക്കും ബീങ് എ ഹ്യൂമൻ ബീങ് ചിലപ്പോൾ നമ്മുടെ കൺട്രോൾ വിട്ടു പോകുമ്പോൾ ഞാൻ അഡോപ്റ്റ് ചെയ്യുന്ന വെപ്പൺ വന്നിട്ട് സൈലൻസ്. പിന്നെ കാം ആയ ശേഷം ഞാൻ എന്താ ഉദ്ദേശിച്ചത് പറയാൻ നോക്കും. ഇഫ് ഹിയർ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ അത് അവിടെ ബെറ്റർ ടു ഡ്രോപ്പ് ഇറ്റ്. സോ ബിക്കോസ് നമ്മളൊരു ഹോം ആണ്. എല്ലാത്തിനും ഒരു എന്താ പറയാ സ്റ്റെപ്പ്. സോ വളരെ കെയർഫുൾ ആയിരിക്കണം.
നമ്മളൊരു എക്സാമ്പിൾ ആയിരിക്കണം നമ്മുടെ കുട്ടികൾക്ക്. ഇതൊന്നും എനിക്ക് പറയാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നി. പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം അത്. Hello. Hello, ma'am. ഹലോ. Can you hear me? യെസ് മാം. യെസ്. Thank you. Okay. അത് എനിക്ക് കൂടുതലും ഇടപഴകാനുള്ള ഇത് കിട്ടുന്നത് കുട്ടികളായിട്ടാണ്. കൂടുതലും വർക്ക് ചെയ്തിരിക്കുന്ന കുട്ടികളുടെ ട്രെയിനറായിട്ട്. അപ്പോ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഇതിനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ട്, ഈ ടോണിനെ കുറിച്ച്. ഞാൻ ഉപയോഗിക്കുന്ന, അതായത് അവരെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മള് ഒരു പക്ഷേ അത് കറക്റ്റ് വാക്കുകൾ എന്ന് പറയണം എന്നില്ല. അത് വളരെ ശരിയാ. ഒരിക്കലും എക്സ്പ്രഷൻ ഇട്ടിട്ട് അവർക്കൊരു തെറ്റിപ്പോയി നന്നായി എന്ന് പറയുവാണെങ്കിൽ അവന് തോന്നും തെറ്റിയിരുന്നു. അതുകൊണ്ട് ഞാൻ കറക്റ്റ് വാക്കുകൾ തന്നെ പലപ്പോഴും ഉപയോഗിക്കാം. പക്ഷെ എന്റെ എക്സ്പ്രഷൻ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നന്നായി എന്ന് പറഞ്ഞത് ഇതിപ്പോ തെറ്റിപ്പോയിട്ടല്ലേ എന്ന്. അത് ഞാൻ വളരെയധികം നല്ല ഒരു വെപ്പണായിട്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അവരുടെ സ്വഭാവം ക്ലിയർ ചെയ്യാനും മറ്റു കാര്യങ്ങളിലും. അതുകൊണ്ട് മാം പറഞ്ഞ ക്ലാസ് എനിക്ക് വളരെയധികം ഇഷ്ടമായി. വളരെ നല്ല കാര്യമാണ്. നമ്മുടെ ടോൺ മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലായെങ്കിൽ പലപ്പോഴും നമുക്ക് അതേ വാക്കുകൾ, നിനക്ക് തെറ്റിപ്പോയി, നീ തിരുത്തണം, അത്ര എനിക്ക് പറയണ്ട, നന്നായി എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് ബാക്കി കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരിത് വീണ്ടും വേണ്ട, ഞാൻ ഒന്നും കൂടി ചെയ്ത് കാണിച്ചു തരാം എന്ന് പറയും. അപ്പൊ മാം പറഞ്ഞത് വളരെയധികം കറക്റ്റ് ആണ്. താങ്ക് യു മാം, യുവർ നൈസ് പ്രസന്റേഷൻ. ഓക്കെ, വെൽക്കം. ഗുഡ് മോർണിംഗ് മാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. വളരെ ഭംഗിയായിട്ട് ആ ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി താങ്ക്സ്. വെൽക്കം. ഇനി ആർക്കും ഒന്നും പറയാം? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എനിക്ക് ഇതിനകത്ത് ഒന്ന് പറയാനുള്ളത്, മൈൻഡിനെ നമ്മൾ എപ്പോഴും കൂളാക്കുക. കൂളാക്കിയതിന് ശേഷം മാത്രം നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആ ഒരു എക്സ്പ്രഷൻ വരേണ്ടത്. ആ ഉള്ളിൽ നിന്ന് വന്നെങ്കിൽ മാത്രമേ നമുക്കത് ഒരു ബ്രൈറ്റ് ആണ്, നമുക്ക് മറ്റുള്ളവർക്ക് അതൊരു മാതൃകയായി മാറുകയുള്ളൂ. അപ്പൊ എപ്പോഴും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് നമ്മളെപ്പോഴും മൈൻഡിനെയും ബോഡിയെയും റിലാക്സ് ചെയ്ത് കൂളാക്കി വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സൊക്കെ വളരെ അച്ചീവബിൾ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ അതെ. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് 21 ഡേയ്സ് ഏകദേശം നമ്മൾ പ്രോപ്പറായിട്ട് അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് റിയൽ ആയിട്ട് ആ സാധനം നമ്മൾ ആദ്യം റിയൽ ചെയ്യുക, പിന്നീട് അത് റിയൽ ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ് ഇത് കിട്ടുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 8 years ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നു പറയാൻ പറ്റൂല ഒരിക്കലും. നമ്മൾ തന്നെയാണ് നമ്മളുടെ നേച്ചറിനെ നൈസാക്കി കൊണ്ടുവരേണ്ടത്. നമ്മളുടെ ഡ്യൂട്ടി മാത്രമാണ്. അത് നമ്മൾ എന്താണോ അത് നമ്മളാണ് ചെയ്യുന്നത്. നമ്മളാണ് നമ്മുടെ സ്വഭാവത്തെ രൂപീകരണം നടത്തേണ്ടത്. അതിന് പേരൻസിന് പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ലൈഫിൽ പറയുകയാണ്. എൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ആരും ചിരിക്കുകയോ അധികം സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്ന ടൈപ്പല്ല. ഞങ്ങൾ ഇത് ഫാമിലിയിൽ ആരുമില്ല, ഒരു ടൈപ്പല്ല ആരും. പക്ഷെ അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ടാണ് ഞാൻ മാറിയതെന്നുള്ളത്. ഞാൻ ഈ മെഡിറ്റേഷനും ഹീലിങ്ങിലും അതിലൂടെ മാത്രമാണ് ഞാൻ ക്ലിയർ ആയത്. ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു. എന്തിനും എല്ലാം ആക്റ്റീവായിട്ട് ചെയ്യും, പക്ഷെ ഒരു
മെയിൻ കാര്യം വരുമ്പോൾ ഞാൻ ഉള്ളിലേക്ക് വലിയും. എല്ലാം ഫ്രണ്ടിൽ നിന്നെല്ലാം റെഡിയാക്കി കൊടുക്കും. സ്കൂളിൽ ഞാനൊരു വൈസ് പ്രിൻസിപ്പളായിരുന്നു. ഞാൻ എല്ലാത്തിനും മുൻപിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കും. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ പുറന്നോട്ട് വലിയുമായിരുന്നു. ഞാൻ എൻ്റെ സ്വയം മനസ്സിലാക്കിയിട്ട് സ്വയം രൂപകൽപ്പന ചെയ്ത് വേറൊരു നേച്ചറാക്കി മാറ്റിയെന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ നമുക്കൊരു ബാക്ക് ബോൺ ആയിട്ട് നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ട്. എന്നെ വിവാഹം ചെയ്തതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടായിരുന്നു. അവിടാണ് നമ്മൾ വിജയിക്കുന്നത്. ശരിയാണ്. എന്നല്ല ഫസ്റ്റ് നമ്മൾ സെൽഫായിട്ട് മനസ്സിലാക്കി നമുക്ക് അവിടെ എവിടെയൊക്കെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള പാർട്ടുള്ളത്, പോസിറ്റീവ്, അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ സ്വഭാവ രൂപീകരണം നമ്മൾ ശരിയാണേലും തെറ്റാണ്. നമ്മുടെ ദുഃഖത്തിന് കാരണം നമ്മൾ മാത്രമാണ്. അതിന് മറ്റാർക്കും യാതൊരു സ്ഥാനവും ഇല്ല. നമ്മൾ ചിന്തിച്ചു നോക്കുക. എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്. എന്റെ ലൈഫിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളത് അതാണ്. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്ന തന്നെ ശരിക്കും എന്റെ ഫാമിലി പറയുമ്പോൾ ഓർത്തഡോക്സ് ഫാമിലിയാണ്. അതിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരാളാണ് ഞാന്. ശരിക്കും എനിക്ക് ഒരു പൊസിഷനിൽ എത്താൻ പറ്റിയ തന്നെ ശരിക്കും ഞാൻ സെൽഫായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ്. നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാതെ പോകും. പറ്റൂല. അതെ. ഇന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും വീടിനെ അനുസരിച്ച് വീടിനല്ലെ നമ്മുടെ സറൗണ്ടിങ്സിലുള്ളവരെ അനുസരിച്ച് മുന്നോട്ട് നീങ്ങുമായിരുന്നെങ്കിൽ ഒരിക്കലും അവർക്കൊന്നും ഇത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അല്ലെ അതേപോലുള്ള ഫാമിലി ആയിരിക്കണം. ഓക്കെ, താങ്ക് യു മാ. വെൽക്കം. നമുക്കെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ മാം? ഓക്കെ, താങ്ക് യു എല്ലാവരും ഒരു ക്ലാസ്സിൽ നിന്നതിലും താങ്ക് യു. ഒരുപാട് ഡൗട്ടുകൾ അവരെ എക്സ്പീരിയൻസ് പറഞ്ഞ് ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച് ഓൾ. എല്ലാവരും Thank you, ma'am. Have a nice day. Thank you very much and have a good day. Thank you. Good day. താങ്ക് യു മാ. ഗുഡ് ഡേ.